കിട്ടുന്നുണ്ടോ? ഇത് റഷീദ് ചൈന ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ വന്നതായിരിക്കും. ഈ ചർച്ച നിലവിലെ ഉസ്താദിനെ പോലുള്ളവർ ചർച്ചയുടെ തുടക്കം ഉണ്ടായിരുന്നു. പിന്നെ അപ്പം അത് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും മറുപടി പറയുന്നതായിരിക്കും. കാരണം വരാത്തവർ കാരണം ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ നേരത്തെ പിന്നെ സാലിമിക്ക ഒരു വിഷയം കുറേ നേരം ചർച്ച ചെയ്തിരുന്നു. അതിൽ ആ ഭാഗത്തു നിന്നാണ് ഈ ജിന്നുമായ സംബന്ധമായ വിഷയമാണ്. ഇപ്പം ഷിർക്കല്ല എന്നുള്ളൊരു വാദം ഉണ്ട്. അത് ഹറാമോ അല്ലെങ്കിൽ ഷിർക്കിലേക്ക് ചെയ്യുന്ന വസീല ആയിരിക്കാം. അതിന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട് എന്നും ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട് എന്നും പല ഇമാമിങ്ങളും ആ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ക്ലാസ് റൂമിൽ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഫുള്ള് പറയുന്നത്. പിന്നെ അതായത് ഇത് ഷിർക്ക് വാദം നമ്മൾ പറയുകയാണെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഇമാം ഷൗക്കാനിയെ പോലുള്ളവർ അല്ലെങ്കിൽ ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഷിർക്കിന് അനുവാദം കൊടുത്തു, അവർക്ക് ഷിർക്ക് മനസ്സിലായില്ല എന്നുള്ളൊരു വലിയ ബാധകം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഓക്കെ, അതില്ലാതിരിക്കാൻ വേണ്ടിയും മറ്റ് എന്തോ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് ഷിർക്കല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ഷിർക്കല്ല എന്ന് പറയുമ്പോൾ ഇത് ഹറാമോ അല്ലെങ്കിൽ ഹറാമിലേക്ക് പിന്നെ ഷിർക്കിലേക്ക് ചേർക്കുന്ന വസീലയാണെന്ന് പറയുമ്പോൾ പോൽ തന്നെ അപ്പോഴും ഇമാം ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും പിന്നെ ഷൗക്കാനിയും അതേപോലുള്ള ഇമാമിങ്ങളും അപ്പോഴും പ്രതിക്കൂട്ടിൽ തന്നെയാണ്. അപ്പോഴും നമ്മൾ പറയുന്നത് അവർക്ക് ഷിർക്ക് മനസ്സിലായില്ല, ഷിർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഷിർക്കയിലേക്ക് വസീലയാകുന്ന ഒരു പരിപാടിക്കോ അവർ പിന്നെ കൂട്ടായി എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് ഷിർക്കല്ല എന്ന് പറയണമെങ്കിൽ നമുക്കൊരു ആയത്തോ ഒരു ഹദീസോ അല്ലെങ്കിൽ ഇജ്മാഇലോ ഖിയാസിൽ നിന്നോ പ്രമാണത്തിൽ നിന്നൊരു വ്യക്തമായ ഒരു തെളിവ് നമുക്ക് ആവശ്യമാണല്ലോ. അപ്പൊ ഷിർക്കല്ല എന്ന് പറയാൻ എന്താണ് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ പറ്റുന്നത്? അതായിരുന്നു ഞാൻ ചോദിച്ചത്. മറുപടി പ്രതീക്ഷിക്കുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാലിമിക്ക അത് വിവരിച്ചപ്പോൾ തന്നെ അതിന്റെ കാരണം പറഞ്ഞിരുന്നു. ഹാജറ റളിയല്ലാഹു തആല അൻഹ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് അനക്കം കേട്ട ഇടത്തേക്ക് സഹായാർത്ഥന നടത്തിയതായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചിരുന്നു. സാലിമിക്ക പറഞ്ഞ കറസ് കേട്ടിരുന്നോ എന്നറിയില്ല. വളരെ വിശദമായിട്ട് വളരെ ദീർഘനേരം അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഓരോ ആ 3 പോയിന്റുകളും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ വിഷയം ക്ലിയർ ആയോ? അവിടെ പിന്നെ ആ നിലക്ക് ഒരു ശബ്ദം കേട്ടു അല്ലെങ്കിൽ ഒരു അശരീരി കേട്ടു. അവിടെ ഉള്ളവർ അള്ളാഹിന്റെ സൃഷ്ടി ആരായാലും അത് ചിലപ്പം മനസ്സിൽ പലർക്കും പലതും തോന്നാം. അവര് സഹായിക്കട്ടെ എന്ന നിലക്കുള്ളതാ അല്ലാത്ത നിലക്ക് എവിടുന്നും ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും ഒക്കെ അവർക്ക് കേൾക്കാനും സഹായിക്കാനും കഴിയും എന്നുള്ള വിശ്വാസം ശിർക്ക് തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന വിഷയം തന്നെയാണത്. മനസ്സിലായില്ലേ? അത് ശിർക്ക് തന്നെയാണ്. നേരെ മറിച്ച് ഒരു ശബ്ദം കേട്ടു, ആ ശബ്ദം കേട്ട വ്യക്തിയോട്, ആ ശബ്ദം പുറപ്പെടുവിപ്പിച്ച വ്യക്തി, ആ ശബ്ദത്തിന്റെ ഉടമ ഹാജറ ബീവി ചോദിച്ചതുപോലെ ആ ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ ശിർക്കല്ല. അതിനപ്പുറത്തുള്ള എല്ലാ നിലക്കുള്ളതും ശിർക്ക് തന്നെയാണ്. അതിൽ ആരും തർക്കമില്ല. നമ്മൾ എത്ര വിശദമാക്കിയതാണത്. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും.
അല്ല, അപ്പൊ ഈ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത് ഹറാമോ അല്ലെങ്കിൽ ഹറാമിലേക്ക് ചേർന്ന വസീലയാകുന്നത് എങ്ങനെയാണ്? ആ ഹദീസ് പ്രമാണമായിട്ട് ഉദ്ധരിക്കുമ്പോൾ അത് സുന്നത്തായിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ വരേണ്ടത്? അത് നമ്മൾ പ്രമാണമായിട്ട് ഉദ്ധരിക്കുമ്പോൾ ഈ ഹദീസ് പ്രകാരമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നാര കടത്തെ ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? ഇതിങ്ങനെ ചെയ്യണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇവിടെ? ഗത്യന്തരമില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ അടിമകളെ എന്നാരെങ്കിലും പറഞ്ഞാൽ അത് കുഴപ്പമില്ലെന്നാ പറയുന്നത്. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യണം, വഴി ആളും പേരും ഉള്ളതാണെങ്കിൽ ആളില്ലാത്ത സ്ഥലത്തോട്ട് പോകണം, എന്നിട്ട് വഴി തെറ്റണം, എന്നിട്ട് വിളിക്കണം എന്നൊന്നും ആരും പറയുന്നില്ല. മനസ്സിലായ? അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട്? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇങ്ങനെ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ മനഃപൂർവ്വം അങ്ങോട്ട് എന്നിട്ട് സാലിമിക്ക് തന്നെ വന്നിട്ടുണ്ട്, അദ്ദേഹം തന്നെ പറയും. ഇല്ല, ഈ രംഗത്താണ് ഈ ഖുറാഫികളൊക്കെ അവിടെ മൊയ്തീൻ ഷെയ്ഖോ റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം അംബിയാ ഔലിയാക്കളുടെ റൂഹുകൾ ഈ ദുനിയാവിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏത് സ്ഥലത്തുനിന്ന് എവിടുന്ന് സഹായം ചോദിച്ചാലും നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ലെങ്കിലും അവർ നിങ്ങളെ സഹായിക്കും എന്ന ഒരു വിശ്വാസമാണ് റിജാലുൽ ഗൈബിനെ സംബന്ധിച്ച് അവർക്കുള്ളത്. ഇങ്ങനെ അവർ വിശ്വസിച്ചതോടുകൂടി അവർ കാഫിറും മുശ്രിക്കുമായി. അങ്ങനെ വിശ്വസിച്ചിട്ട് അവർ ചോദിക്കുകയാണ് സഹായിക്കണേ എന്ന്. മൊയ്തീൻ ഷെയ്ഖെ അല്ലെങ്കിൽ അംബിയ ഔലിയാക്കളെ ഇവിടെ ഉള്ള ഏതെങ്കിലും അംബിയ ഔലിയാക്കളുടെ അർവാഹുകളെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ ശിർക്കായി. അതിനുള്ള കാരണം, അത് ശിർക്കാവാനുള്ള കാരണം അവർ ബർസഖി ലോകത്താണ്, അവർ അവിടെ ഇല്ല എന്നത് ഖുർആനിന്റെ നെസ്സാണ്. അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് കിതാബിന്റെ സുന്നത്തിന്റെ നെസ്സാണ്. അതല്ലായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ഈ സഹാബത്ത് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. അതവർ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് അവരെ സഹായിച്ചതുപോലെ മരണത്തിന് ശേഷം സഹായിക്കാൻ കഴിയുകയില്ല എന്നാണ്. ഇനി സഹായിക്കും എന്നയാൾ വിശ്വസിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ ഗൈബിയായ നിലക്ക് കേൾക്കുക എന്ന സിഫത്ത് അതിൽ അവർക്ക് അർപ്പിക്കേണ്ടി വരും. അതോടുകൂടി അയാൾ മുശ്രിക്കായി തീർന്നു. ഇതാണ് ഒന്നാമത്തെ. പിന്നെ അള്ളാഹുവിൽ അവർ നമ്മളുടെ പ്രാർത്ഥന എങ്ങനെ കേട്ടു?
അതാണ് ആ വിശ്വാസം തന്നെ ശിർക്കാണ്. പ്രാർത്ഥന കേൾക്കുന്നു വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി മാറി. എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കണേ. അവിടെ ഞാൻ പ്രാർത്ഥന പ്രത്യേകം പറയുന്നത്, നിങ്ങൾ അവർ വിളിച്ച് കരഞ്ഞാലും തൊള്ള കൊണ്ട് ഉറക്കം ഒച്ചിട്ട് പറഞ്ഞാലും അവിടെ പ്രാർത്ഥനയാകുന്നത് മനസ്സിൽ നിന്നുള്ള അവരുടെ തേട്ടമാണ്. ഇത് ദൈവങ്ങൾക്ക് മനുഷ്യൻ സമർപ്പിക്കുന്ന അപേക്ഷയുടെ രൂപമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ആ സ്ഥാനത്ത് ഒരു മനുഷ്യനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇവിടെ ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നെ സഹായിക്കട്ടെ, അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചാൽ ആരിലേക്ക് സമർപ്പിച്ചാലും ശിർക്കാണ്. ശിർക്കാകുന്ന കാര്യം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം. അല്ലാതെ ആരിലേക്ക് സമർപ്പിച്ചാലും മനുഷ്യനിലേക്ക് സമർപ്പിച്ചാലും അത് ശിർക്കാണ്. ഇനി ഒരാൾ അവിടെ ഉദ്ദേശിക്കുകയാണ്, ഇവിടെ കുറ്റിക്കാട്ടിലൊക്കെ ആരെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും, ഒന്ന് മണ്ടി എന്നൊന്ന് സഹായിക്കേ എന്ന് ആ ഉദ്ദേശിച്ചാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ശിർക്കില്ലാന്ന് എല്ലാവരും പറയും. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശിർക്കില്ല എന്ന് പറയുന്നത് ആ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹാദിറും ഖാദിറുമായ കഴിവുള്ളവരും അത് ആ വിളി കേൾക്കാവുന്ന പരിധിയിൽ അവിടെ പ്രസൻസ് ഉള്ള, അതായത് അവിടെ അവരുടെ ആ സ്ഥലത്തുള്ളവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതിൽ മലക്കുകളും പെട്ടു, ജിന്നുകളും പെട്ടു, എല്ലാവരും പെട്ടു. ഇത് പറയുന്ന സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ജിന്നിനെയും മലക്കിനെയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവർ അവിടെ ഉണ്ട് എന്നാണ്. അവർ അവിടെ ഉള്ളവരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരെ നിങ്ങൾ കണ്ടോളണമെന്നില്ല. കാരണം കുറ്റിക്കാട്ടിൽ ഒളിച്ചെടുക്കുന്ന മനുഷ്യനെ കണ്ടോളണമെന്നില്ല വിളിച്ച് സഹായം ചോദിക്കുമ്പോൾ. അതേപോലെ തന്നെ ആണ് നിങ്ങൾക്ക് കാണാത്ത ഒരു മറക്കപ്പുറത്ത് നിൽക്കുന്ന ജിന്ന്, മുസ്ലിം ജിന്ന് അല്ലെങ്കിൽ പിന്നെ മലക്ക്, ഇവരെ ഉദ്ദേശിച്ചാൽ അതിൽ ശിർക്ക് വരൂല. ഇനി അനുവദനീയമാണോ അല്ലേ എന്നതിനാണ് നമ്മൾ ഹദീസിന്റെ സിഹത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതും. ഇതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്, അതായത് ജിന്നുകളുടെ, മുസ്ലിം ജിന്നുകളുടെ സഹായം അവരോട് അവർക്ക് കഴിവുള്ള കാര്യത്തിൽ, അവർക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള കഴിവുള്ള കാര്യത്തിൽ അവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചോദ്യം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത് തകരാറില്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ് മുഖബിൽ വാദി. അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള യമനിലുള്ള, ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന ഒരു മഹാപണ്ഡിതനാണ് മുഖബിൽ വാദി, എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം അതിന് തെളിവുദ്ധരിച്ചിട്ടുള്ളത് താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, പാപങ്ങളിലും അതുപോലെ കുറ്റകരമായ കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ സഹായിക്കാതിരിക്കുക എന്ന് നമ്മൾ മനുഷ്യർ തമ്മിൽ സഹായിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്താണ് അദ്ദേഹം ജിന്നുകളെയും മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനും ജിന്നുകൾക്കുമുള്ള നബിയാകുന്നതും യഥാർത്ഥത്തിൽ അവർ അഭൗതികരല്ല എന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ്. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ശിർക്ക് വന്നു, ഈ ഒരു കാര്യത്തിൽ ശിർക്കുണ്ട് എന്ന് ലോകത്ത് കഴിഞ്ഞു പോയ തൗഹീദിന്റെ നെടുംതൂണുകളായ തലമുറകൾക്ക് തൗഹീദ് പകർന്നു കൊടുത്തിട്ടുള്ള നമ്മുടെ മഹാരഥൻ നേതാക്കന്മാർക്ക് ആർക്കും തിരിഞ്ഞില്ലേ? അപ്പൊ പരിശോധിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയതാണോ തെറ്റ്, അതല്ല അവർ മനസ്സിലാക്കിയതാണോ തെറ്റ് എന്നാ. അവർക്ക് തിരിഞ്ഞത്ര നമ്മൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നൊരു വിനയം എങ്കിലും നമ്മൾ കാണിക്കേണ്ടതുണ്ട്.
കിബിറിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സത്യം മറച്ചു വെക്കുക, സത്യം ഇന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെക്കുക, സംസാരത്തിൽ നിന്ന് ആ സത്യം പുറത്തു ചാടുന്നതിനെ മറച്ചു വെക്കുക, അല്ലെങ്കിൽ തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് അതിനെ മറക്കുക ഒന്ന്. രണ്ടാമത്തത് മറ്റുള്ളവരെ ചെറുതായി കാണുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ മുഴുവനും കൊച്ചാക്കുന്ന രൂപത്തിലാണ് നമ്മുടെ സഹോദരങ്ങളുടെ പ്രസംഗം. അവർ അതിന് പറയുന്ന സിയാനത്തുൽ ഇൻസാന്റെ സാഹിബിനെ സംബന്ധിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പണ്ഡിതന്മാര് അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ ഒന്നുകിൽ അവർ ആരാണെന്ന് അറിയാതിരിക്കണം, അതല്ലെങ്കിൽ തൻ്റെ അറിവില്ലായ്മ സംബന്ധിച്ചിട്ടുള്ള ആഴം അറിയാത്തത് കൊണ്ടായിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഈ എടവണ്ണ പ്രസംഗത്തിൽ കുറച്ച് ഭാഗം ഞാൻ കേട്ടു. അവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഈ പണ്ഡിതന്മാർക്കൊക്കെ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അവർ തറാവീന്റെ കാര്യത്തിൽ അതുപോലുള്ള കാര്യത്തിലൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ പറഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ തെറ്റ് പറ്റാത്ത ഒരു പണ്ഡിതനെ ചൂണിച്ച് കാട്ടിച്ചേരി ഈ വിഷയത്തിൽ അള്ളാന്റെ റസൂലിനും സഹാബത്തിനും ശേഷം ഈ വിഷയത്തിൽ തെറ്റുപറ്റാത്ത, ഇത് ശിർക്കാണ് എന്ന് പറയലാണല്ലോ, തെറ്റുപറ്റിയില്ല എന്ന് പറയാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ അതാണല്ലോ. അത്തരം ഒരു പണ്ഡിതനെ കാണിച്ചു തരി. അപ്പൊ നമ്മൾ ഈ പണ്ഡിതന്മാരെ മുഴുവൻ തള്ളി പറയുന്നതിന് മാത്രം നമ്മൾ അഹംഭാവികളാവാൻ പാടുണ്ടോ? അത് അഹംഭാവായി മാറൂലേ, കിബിറായി മാറൂലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതിന്റെ ഗൗരവം. ഇത് നിസ്സാരപ്പെട്ടതാണോ? ഇത് ജബ്ബാർ മൗലവിയിലും അതുപോലെ ഇവിടെയുള്ള കേവലം നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ചില മൗലവിമാരുടെ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. അതാണ് നമ്മളുടെ ജബ്ബാർ മദീനി അതിന്റെ ഗൗരവം വിശദീകരിച്ചത്. ഇപ്പൊ MT വിഷൻ അതിന്റെ CD ഇറക്കിയല്ലോ, ആ CD നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എനിക്ക് പ്രധാനമായി പറയാനുള്ള കാര്യം, ഈ വിഷയത്തിൽ ശിർക്ക് നമ്മൾ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന സഹാബിമാർക്ക് ശിർക്കും അതുപോലെ കുഫറും അതുപോലെ ഒക്കെ തിരിഞ്ഞിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് അവർക്ക് ഇത് മനസ്സിലായി. അവരുടെ മക്കളായി പിൽക്കാലത്ത് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഭാഷയിലെ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയി. അവർ അന്ന് ആ ഭാഷയിൽ ഉപയോഗിക്കുന്ന അർത്ഥമാണ് ദീന്, ഇലാഹ്, റബ്ബ്, അതുപോലുള്ള 4 പദങ്ങൾക്ക് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇബാദത്ത് പോലുള്ള 4 പദങ്ങൾക്ക് അവർ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ അള്ളാന്റെ റസൂലും സഹാബത്തും മനസ്സിലാക്കിയതിൽ നിന്ന് കാലാന്തരത്തിൽ മാറി വന്നു എന്നിട്ട് പറയാണ് അദ്ദേഹം ആണ് അക്കാര്യം പിന്നെ ഈ വിഷയം കുലങ്കഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അതുപോലെ അദ്ദേഹത്തിന്റെ ഖുർആനും സുന്നത്തും വെച്ച് പഠിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഈ കാലഘട്ടത്തിന് ഇടയ്ക്ക് മുഴുവനും മുസ്ലിം ഉമ്മക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ല, ഹാക്കിമിയത്തിലുള്ള തൗഹീദിനെ സംബന്ധിച്ച് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ് മൗദൂദി സാഹിബ് പറഞ്ഞത്. അത് ഒരിക്കലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാലഘട്ടത്തിലും എൻ്റെ ഉമ്മത്തിൽ സത്യത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമുണ്ടാകും. 6 തന്നെ അവരെ കൈയൊഴിച്ചിട്ടുണ്ടെങ്കിലും അവരെ യാതൊരു ഉപദ്രവവും അവർക്ക് ചെയ്യാൻ കഴിയില്ല ലോകാവസാനം വരെ എന്ന് റസൂൽ പറഞ്ഞ ഹദീസ് നമുക്കൊക്കെ അറിയാം. അതിന് ഘടകവിരുദ്ധമാണ് മൗദൂദി സാഹിബിന്റെ ആ വാദം. അതുകൊണ്ട് അത് തെറ്റാണ്. അതേപോലുള്ള ഒരു സമാനമായ വാദമാണ് മുൻകാലത്ത് ആൾക്കാർക്ക് ഫിഖ്ഹിയായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇമാം ഷാഫിക്ക് പറ്റിയിട്ടുണ്ട്, ഇവർക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതേപോലെ അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് എന്ന് പറയുകയാണെങ്കിൽ അബദ്ധം പറ്റാത്ത ഒരു പണ്ഡിതനെ ഉദ്ധരിക്കാൻ കഴിയണ്ടേ? അതൊന്ന് ഉദ്ധരിക്കട്ടെ. അബദ്ധം ഈ വിഷയത്തിൽ അബദ്ധം പറ്റാത്ത. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു വാദമാണ്. നമ്മൾ അഹ്ലുസുന്നയുടെ ചങ്ങലയിൽ നിന്ന് കണ്ണു വേർപ്പെടുത്തി ഒറ്റയ്ക്ക് പ്രസ്ഥാനമുണ്ടാക്കി പോകുകയാണ് ചെയ്യുന്നത്.
ഇതൊന്ന് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ യുക്തിയല്ല അവിടെ ആവശ്യം. ഈ ദീനിനെ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അവർ വിശദീകരിച്ച തൗഹീദിന്റെ കാര്യത്തിൽ